ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗോതമ്പ് ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് പച്ചരി വെച്ച് മാത്രം പാലപ്പം ഉണ്ടാക്കിയേ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഗോതമ്പ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഗോതമ്പാണെന്നൊന്നും ആരും പറയില്ല, പച്ചരി വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ എല്ലാവരും ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഗോതമ്പ് പാലപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്, ഗോതമ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കോക്കനട്ട് ആയാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ സാധാരണ കോക്കനട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറ് നമ്മൾ എടുക്കണം. അതിലേക്ക് നമുക്ക് ഈ 1 കപ്പ് ഗോതമ്പ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് എടുക്കുമ്പോൾ 1/2 കപ്പ് അളവിലാണ് തേങ്ങ എടുക്കേണ്ടത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിലും സാധാ കോക്കനട്ട് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ എടുക്കുന്ന കപ്പിൻ്റെ പകുതി. പിന്നെ നമുക്ക് വേണ്ട ഒരു 1.5 സ്പൂൺ നമുക്ക് ചോറ് വേണം. 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലേശം കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ 1.5 കപ്പ് വേണം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ പാലാണ്, നമ്മുടെ സാധാരണ പാലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ തേങ്ങയാണെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പാൽ ആഡ് ചെയ്യുമ്പോൾ നല്ല കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു മാവിൻ്റെ നെകക്കെ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതേ ഒരു 1/4 സ്പൂൺ അളവിൽ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ഇതേപോലെ ഒരു 1/2 സ്പൂൺ അളവിൽ ഞാൻ ഈസ്റ്റും, അതായത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് അടിച്ചിട്ട് വരാം. കുറച്ച് ലേശം വെള്ളവും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കറക്കിയതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഇനി ലേശം ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിക്കാം. അതൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഒന്ന് അടിച്ചെടുത്തത്. അപ്പോൾ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇനി പാലും ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ദേ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. കട്ടകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പരുവം ഒന്ന് കാണിക്കാം. നമ്മുടെ സാധാരണ അപ്പത്തിന് നമ്മൾ എങ്ങനെയാണ് ആ ഒരു പരുവത്തിൽ എടുക്കുന്നത് അതേ പരുവത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ചെയ്തെടുക്കേണ്ട. അപ്പം നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ പോലെ നമ്മളിപ്പം ഇന്ന് സാധാരണ അപ്പത്തിന് അരിയാട്ടി വെച്ചിട്ട് അടുത്ത ദിവസമൊക്കെ അല്ലേ നമ്മൾ എടുക്കാറുള്ളത്. ഇത് പക്ഷേ അങ്ങനെയൊന്നും വേണ്ട. മാക്സിമം ഒരു 1.5 മണിക്കൂറിനകത്ത് തന്നെ ഇത് പുളിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. അല്ലെങ്കിൽ നമ്മളിന്നിപ്പോൾ ഓവർനൈറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ എടുത്ത് നമുക്ക് സാധാരണ അപ്പം പോലെ നമുക്ക് ചുട്ടെടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ സത്യം പറഞ്ഞാൽ പണി കിട്ടും. കാരണം ഒരു 1.5 മണിക്കൂറിനെ പുളിച്ച് പൊങ്ങി താഴെ വീഴും. അത്രയ്ക്കും ഫാസ്റ്റാണ് കേട്ടോ. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ടൊരു സ്പൂണും കൂടെ ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1.5 മണിക്കൂറിന് ശേഷം ഇത് പൊളിച്ച് പൊങ്ങിയതിന് ശേഷം നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ മാറ്റി കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊളിച്ചെല്ലാം താഴെ പോയി. അപ്പോൾ ആ ഒരു പരുവം നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ പാത്രം കഴുകിയിട്ട് വീണ്ടും ഈ മാവിലേക്ക് തന്നെ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ പുളിച്ച് വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടോ നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പോൾ ഇതൊക്കെ ലേശം ഒരു വെള്ളമോ പാലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്കിത് എന്തായാലും ഒന്ന് ലൂസാക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചുട്ടെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് കറക്കുന്ന സമയത്ത് അത് കറങ്ങി വരാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലേശം അളവിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഉപ്പ് നമുക്ക് മാവിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ എല്ലായിടും ഒക്കെ പിടിക്കണ്ടേ. അപ്പം ഞാനിപ്പോൾ ക്യാമറ എടുക്കുന്നത് എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ്, ട്രൈപോഡിലല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ചിലപ്പം ഒന്ന് ഷേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ ഷേക്ക് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ലേശം വെള്ളം, കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കണ്ടോ മാവ് നല്ല സൂപ്പർ ഫൈനായിട്ട് നല്ല ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ആദ്യം ഞാൻ മക്കൾക്ക് 2 ചുട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത്. കാരണം രാവിലെ ഭയങ്കര ബിസി ആയിട്ടായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ ഞാൻ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടപ്പം എനിക്കെന്തോ അത് ഇത്തിരി കാരണം ഗോതമ്പായതുകൊണ്ട് ഇത്തിരി
എന്താ അവിടെ ഇവിടെ വേവാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ച് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ചെയ്യുന്ന സമയത്ത് വളരെ സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട്. കാരണം നമ്മുടെ മറ്റേ ആ ഒരു പച്ചരിയുടെ പോലെ അല്ല, ഈ ഗോതമ്പായതുകൊണ്ട് ഒരിത്തിരി നേരവും കൂടെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സിമ്മിൽ തന്നെ ഇട്ടെടുത്താൽ മതി. വേറെ ഒരൊറ്റ പ്രശ്നമില്ല. സാധനം നല്ല ടേസ്റ്റുമാണ്. നമുക്ക് സാധാരണ അപ്പത്തിൻ്റെ പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇതേ കണ്ടോ ഹോൾസും കാര്യങ്ങളും ഒക്കെ സാധാരണ അപ്പത്തിൻ്റെ പോലെ തന്നെയാണ്. എന്നാൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എനിക്ക് ശരിക്കും ഒരു ഗോതമ്പിൻ്റെ അപ്പം ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ മറ്റേ അപ്പം കഴിക്കുന്ന പോലെ തന്നെയാണ്. മക്കൾക്കും അതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു ഇന്നത്തെ അപ്പം എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായില്ല. അപ്പം അതുകൊണ്ട് നല്ല ഗ്യാരൻറ്റി ആയിട്ട് തന്നെ ഞാൻ പറയുകയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് അതൊന്നും തിരിച്ചറിയാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 2 അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ എല്ലാം കൂടെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇതേ ഞാൻ ഒരു 4 അപ്പം ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതേ കാണാൻ നല്ല സോഫ്റ്റ് ആണ്ട് പഞ്ഞി പോലത്തെ ഒരു അപ്പമാണ്. ഞാനിപ്പോൾ ഇത് ഒരെണ്ണം നിങ്ങളെ അടുത്തൊന്ന് എടുത്തിട്ട് ഞാൻ കാണിക്കാം എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ ആ നമ്മുടെ ശരിക്കും ഒരു അപ്പത്തിൻ്റെ മണം തന്നെയാണ് കേട്ടോ. അത് ഗോതമ്പിൻ്റെ ആ ഒരു അങ്ങനത്തെ ഒരു സ്മെല്ലോ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഇതായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമുക്കൊരു ലൈക്ക് തരാനായിട്ട് ആരും മറന്നു പോകരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുപോലെ പാലപ്പത്തിൻ്റെ 2 രീതിയിലുള്ള ഞാൻ അവിലപ്പവും പാലപ്പവും ചെയ്തിട്ടുണ്ട്. അതും കൂടെ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് എല്ലാവർക്കും താങ്ക് യു ഫോർ